പഞ്ചാബി ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് പഞ്ചാബ് അല്ല, കേരളമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചാബി ഡാബയിലാണ് ഞാനിപ്പോ. പഞ്ചാബിൽ നിന്ന് 2 സുഹൃത്തുക്കളുണ്ട്. ആപ്കാ നാം പറയൂ. ഓക്കെ, പഞ്ചാബിൽ നിന്ന് 2 സുഹൃത്തുക്കൾ വന്ന് അവരെ കൊണ്ട് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. പഹലെ ലസ്സി പീനാ ഉസ്കെ ബാദ് പീനാ ഹൈ? ആദ്യം ഭക്ഷണമാണ് കഴിക്കാൻ പോകുന്നത്. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വെജ് റൈസ് ഉണ്ട്, മസാല പപ്പടം ഉണ്ട്, പനീർ മസാല ഉണ്ട്, ആലു ഗോബി ഉണ്ട്, പിന്നെ വെജ് സാലഡ് ഉണ്ട്, പറാട്ട ഉണ്ട്, മഷ്റൂം ഫ്രൈ ഉണ്ട്, ആലു ഫ്രൈ ഉണ്ട്, പിന്നെ സ്പെഷ്യൽ പപ്പടം ഉണ്ട്, പിന്നെ ജീര റൈസ് ഉണ്ട്, പിന്നെ കുൽച്ചയുണ്ട്, ബട്ടർ റൊട്ടി ഉണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട്. ഇതിന് പല പല രസമില്ല. जीरा राइस है, मशरूम पेपर ड्राई है, आलू गोभी ड्राई, चना मसाला, पनीर टिक्का मसाला, पनीर चिल्ली ड्राई, आलू मटर, दाल तड़का, मसाला पापड़, वेज पुलाव, प्लेन फुल्का, दाल तड़का, कर्ड राइस, मसाला वेज रायता, बटर फुल्का एंड बटर पराठा, वेज फ्राइड राइस, वेज राइस एंड पुलाव. നോർത്ത് ഇന്ത്യൻ പഞ്ചാബി വെജ് ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക്, പക്ക പഞ്ചാബി ദാബ ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു കിടു സ്പോട്ടാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. അന്യായ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്യായ ടേസ്റ്റിൽ ജെനുവിൻ പഞ്ചാബികൾ നടത്തുന്ന പഞ്ചാബി ഹൗസ് അല്ല, പഞ്ചാബി ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. സ്ഥലവും ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. പക്ഷേ ആദ്യം ഇവിടുത്തെ ഫുഡ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. അന്യായമാണ് അണ്ണാ, അന്യായം. അവർ പറയുന്നത് കേട്ടോ. പഞ്ചാബികളുടെ ജെനുവിൻ പഞ്ചാബി ഫുഡ് കിട്ടുന്ന പഞ്ചാബി ഡാബയെ അപ്പന പഞ്ചാബി ഡാബ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരുവനന്തപുരം കോവളം ജംഗ്ഷനിലാണ്. ട്രിവാൻഡ്രം കോവളം ജംഗ്ഷൻ. ട്രിവാൻഡ്രത്ത് വരുന്ന ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ഏറ്റവും അധികം ഫുഡ് കഴിക്കാൻ വരുന്നൊരു സ്ഥലമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ സ്ഥലം പറഞ്ഞു തന്നത് ഈ പഞ്ചാബി സുഹൃത്തുക്കളാണ്. അവരുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനാണ്. നമ്മുടെ ഐ ഡി മിൽക്കിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയതിനു ശേഷം അവരുടെ പുതിയ ഗോതമ്പ്, ചക്കി ഫ്രഷ് ഗോതമ്പ് ആട്ട, അതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു പ്രോജക്റ്റുമായിട്ടാണ് ഇവർ നമ്മുടെ നാട്ടിൽ വരുന്നത്. അങ്ങനെയാണ് അവരെയും കൂട്ടി, എന്നെയും കൂട്ടിയാണ് ശരിക്കും ഈ ദാബയിലേക്ക് എത്തുന്നത്. ഞാൻ നോക്കുമ്പോൾ ദാബ ഫുള്ള്, സീറ്റ് കിട്ടാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. അത്രയ്ക്ക് തിരക്കുള്ളൊരു സ്ഥലമാണ്. ഇത്രയും തിരക്കുള്ള ഒരു റെസ്റ്റോറൻറ്റ് കേരളത്തിൽ, അതായത് ട്രിവാൻഡ്രത്ത് ഒരു പഞ്ചാബി ദാബ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നുള്ളത് എൻ്റെ മാത്രം കുറ്റമാണ്. കാരണം ഞാനൊരു ഹാർഡ് കോർ നോൺ വെജിറ്റേറിയനാണല്ലോ. പക്ഷേ വല്ലപ്പോഴും ശബരിമല പോകുന്ന സമയത്ത് കുറച്ച് ദിവസം വ്രതം എടുക്കും. നല്ല കഠിന വ്രതമായിരിക്കും, കിടിലം വ്രതമാണ്. ആ സമയത്ത് നോൺ വെജ് പോയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മണം അടിക്കുന്ന പോലെ എനിക്കിഷ്ടമല്ല. അത്രയ്ക്ക് കിടിലം വ്രതമാണ്. നോമ്പെടുക്കുമ്പോൾ നമ്മൾ നോമ്പായിരിക്കണമല്ലോ, അതങ്ങനെയാണല്ലോ. നമ്മൾ ശബരിമല പോകുമ്പോഴും നോമ്പെടുക്കും, നമ്മൾ റംസാൻ മാസത്തിലും നോമ്പെടുക്കും. പക്ഷേ റംസാന് മാത്രമേ നോമ്പ് മുറിക്കാൻ പറ്റുള്ളൂ ഡെയിലി. ശബരിമല പോകുമ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള ആ വ്രതമൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ ശബരിമല പോകാനായിട്ട് മാലയിടാൻ പോവുകയാണ്. അപ്പോൾ വെജിറ്റേറിയൻ ഫുഡിനായിട്ടുള്ള തുടക്കമാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തെങ്കിലും നമുക്ക് സീറ്റ് അവിടെ തരപ്പെട്ടു. അത്രയ്ക്ക് സമയമെടുത്തു സീറ്റ് കിട്ടാൻ, അത്രയ്ക്ക് തിരക്കാണ് ഈ റെസ്റ്റോറൻറ്റിൽ. സീറ്റ് തരപ്പെടുത്തി ഞാനും നമ്മുടെ സിംഗുമാരും കൂടെ ഇരുന്നിട്ട് ഫുഡിന് വേണ്ടി കാത്തിരുന്നു. അത്രയ്ക്ക് കിടിലം, ഭയങ്കര ആംബിയൻസ് സെറ്റപ്പ് എന്നൊന്നും പറയാനില്ല, ബട്ട് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പഞ്ചാബി ദാബ ട്രിവാൻഡ്രത്ത് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ബിഗസ്റ്റ് പഞ്ചാബി ദാബ എന്ന് തന്നെ പറയണം. പഞ്ചാബി വെജിറ്റേറിയൻ ഫുഡ് മാത്രമല്ല, ജെയിൻ ഫുഡും, പ്യുവർ ജെയിൻ ഫുഡും അവിടെ കിട്ടും. ജെയിൻ ഫുഡ് മാത്രം എൻജോയ് ചെയ്യുന്നവർക്കും അവിടെ പോകാം. ഒരുപാട് വെറൈറ്റി പഞ്ചാബി ഡിഷസ് അവിടെയുണ്ട്. നമ്മൾ ചെന്നിരുന്നപ്പോൾ തന്നെ അവിടുത്തെ ഡിഷസ് എല്ലാം കൊണ്ട് നിരന്നു. പ്രധാനമായിട്ട് ആലു റോട്ടിയും, പിന്നെ ഗോബി മഞ്ചൂരിയും, ബട്ടർ നാനും, പിന്നെ പനീർ പാലക് മസാല, പനീർ ബട്ടർ മസാല, പനീർ മട്ടർ മസാല, പിന്നെ ഗ്രീൻ സാലാഡ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമ്മുടെ മുന്നിൽ കൊണ്ട് വെച്ചു. ഇത് എവിടെ നിന്ന് തിന്നു വിടണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ബ്രെഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ടേസ്റ്റും നല്ല പൊളിയായിരുന്നു. ഇതിനു മുമ്പ് ഇവരിവിടെ വന്നപ്പോൾ ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എന്നെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നത്. നമ്മൾ സെൽഫിയൊക്കെ എടുത്തു. ഇവർ പഞ്ചാബിലെ ഫേമസ് ആയിട്ടുള്ള ബിസിനസ്സുകാർ തന്നെയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ചക്കി ഫ്രഷ് ആട്ട കൊണ്ടുള്ള CFA ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ഗോതമ്പ് പൊടി കൊണ്ടുള്ള ചപ്പാത്തി ഉൽപ്പാദിക്കുകയാണ് നമ്മുടെ ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ള ഐ ഡി മിൽക്ക്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോജക്റ്റിൻ്റെ ഷൂട്ടുമായിട്ട് വന്നപ്പോഴാണ് നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടിയത്. ഒരു രക്ഷയില്ലാണ്ട അന്യായം എന്ന് പറഞ്ഞാൽ അന്യായ നോർത്ത് ഇന്ത്യൻ ഫുഡ്, അന്യായ പഞ്ചാബി ഫുഡ്, സൂപ്പർ ടേസ്റ്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും പറയും വെജിറ്റേറിയൻ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗ്ഗം മാമാ സ്വർഗ്ഗമെന്ന്. അത്രയ്ക്ക് കിടില സ്പ്രെഡാണ്, സൂപ്പർ ടേസ്റ്റാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവരുടെ
ഫുഡിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ അതിനോടൊപ്പം നമുക്ക് കിട്ടുന്ന ഒരു വലിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആംബിയൻസും റെസ്റ്റോറൻറ്റിലെ ഒരു പ്രൈസിങ്ങുമാണ്. അത്ര കിടിലം ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസിംഗ് ആണ്. അപ്പം ട്രിവാൻഡ്രത്തുള്ളവർക്ക് അല്ലെങ്കിൽ കേരളത്തിലുള്ളവർക്ക് എപ്പോഴെങ്കിലും ട്രിവാൻഡ്രത്തൊക്കെ വരുമ്പോൾ നോർത്ത് ഇന്ത്യൻ പഞ്ചാബി ഫുഡ്, ജെയിൻ ഫുഡൊക്കെ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റിംഗ് പ്ലേസ് ആണ് ഈ ഒരു സ്ഥലം. പിന്നെ വേറൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു റെസ്റ്റോറൻറ്റ് മുകളിലേക്ക് അവർക്ക് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അവിടെ റിലാക്സ് ചെയ്യാനുള്ള കിടക്കാനുള്ള റൂംസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. അപ്പോൾ നമ്മുടെ അപ്ന പഞ്ചാബി ധാബ ട്രിവാൻഡ്രം കോളം.